വെൽക്കം ടു പുളിയും സ്വാദും. ഇന്നത്തെ എൻ്റെ തംബ്നെയിൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമായിരിക്കും ഞാനിന്നൊരു ലോബ്സ്റ്റർ ആണ് വെക്കുന്നത്. അതും ലോബ്സ്റ്റർ റോസ്റ്റാണ്. കേരള സ്റ്റൈലിൽ തന്നെയാണ് ഞാൻ വെക്കുന്നത്. അപ്പോൾ നമുക്ക് അതിന് വേണ്ടുന്നതായിട്ടുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ ലോബ്സ്റ്റർ എങ്ങനെ ക്ലീൻ ചെയ്യും എന്നൊക്കെ നമുക്ക് ഒന്ന് നോക്കിയിട്ട് വരാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു 3 ലോബ്സ്റ്ററാണ്. ഒരെണ്ണം തന്നെ ഏകദേശം ഒരു 3/4 കിലോയോളം വരുന്നതാണ് ലോബ്സ്റ്റർ. അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഇതുപോലെ ക്ലീൻ ചെയ്യുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് ക്ലീൻ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇതുപോലെ തന്നെ കത്തി ഇങ്ങനെ ഉള്ളിലേക്കൊന്ന് കടത്തിയിട്ട് അതൊന്ന് വിടിവിച്ച് എടുക്കണം. അങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇതൊരു ക്രാബിൻ്റെ ഒരു ഇനത്തിൽ പെട്ടതാണ് കേട്ടോ. അതുപോലെ തന്നെ ഈ ലോബ്സ്റ്റർ എന്ന് പറയുമ്പോൾ നല്ല വില കൂടിയ ഒരു സീ ഫുഡും കൂടിയാണ് ഈ ലോബ്സ്റ്റർ. കണ്ടില്ലേ, ഇപ്പം ഞാൻ അതുപോലെ ഇങ്ങനെ ഒന്ന് ഇളക്കി എടുത്തിട്ട് അത് ഇങ്ങനെ വലിച്ചെടുത്തിട്ടുണ്ട്. ഞാൻ ആ ഹെഡ് എടുക്കുന്നില്ല. ഹെഡ് വേണ്ടിയവർക്കൊക്കെ എടുക്കാം കേട്ടോ, കാരണം ഞാൻ എടുക്കുന്നില്ല ഹെഡ്. പിന്നീട് ഇതുപോലെ തന്നെ ആ സൈഡ് ഒന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഭയങ്കര കട്ടിയുള്ള ബോണാണ് അതിൻ്റെ സൈഡിലുള്ളത്. ക്രാബിനൊക്കെ ഉണ്ടല്ലോ അതുപോലെ തന്നെ സെയിം ബോണാണ് കേട്ടോ ഇതിനുള്ളത്. അപ്പോൾ ഇതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് ഇതൊന്ന് പൊളിച്ചിങ്ങോട്ട് എടുക്കണം. കാരണം ഇതിൻ്റെ ഈ ഒരു ഭാഗം മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ. ഇതിൻ്റെ ആ ഒരു മീറ്റ് എടുക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. കുറച്ച് നേരം പണിപ്പെട്ടിട്ട് വേണം കേട്ടോ ഇതൊന്ന് പുറത്തേക്ക് എടുക്കാനായിട്ട്. ഞാൻ കുറേ പണിതിട്ടാണ് കേട്ടോ ആദ്യം തന്നെ ഒന്ന് ക്ലിയറായി വന്നത്. കാരണം ഇപ്പം ഞാൻ പറഞ്ഞില്ല, ഫസ്റ്റ് ടൈമാണ് ഞാനിത് ക്ലീൻ ചെയ്ത് എടുക്കുന്നത്. കണ്ടില്ലേ, ഇപ്പോൾ ഇതിങ്ങനെ ഒന്ന് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പുറത്തേക്ക് എടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം. കാരണം എല്ലാ സൈഡും ഇതുപോലെ ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് തന്നെ വിട്ടിങ്ങി പോരും. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബോയിൽ ചെയ്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഇതുപോലെ തന്നെ ചെയ്യാം. ഞാനിപ്പം ബോയിൽ ചെയ്യാതെ തന്നെയാണ് ഇത് പുറത്തേക്ക് ഇതുപോലെ ഒന്ന് എടുക്കുന്നത്. കണ്ടോ, ഇതിപ്പോൾ ഞാൻ പുറത്തേക്ക് എടുത്തു. ഇനി നമുക്ക് ഇതിൻ്റെ പുറമേ ഒരു നാര് പോലെ, അതായത് നമ്മൾ പ്രോൺസിനൊക്കെ ഉള്ളതുപോലെ തന്നെ ഒരു നാര് ഇതിനുണ്ട്. അപ്പോൾ ഈ നാരൊന്ന് എടുത്ത് മാറ്റണം. കാരണം ഇത് നമുക്ക് കഴിക്കാൻ പാടുള്ളതല്ല. കാരണം ഇത് നമുക്ക് ഡേഞ്ചറാണ് ഇത് കഴിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ നാരൊന്ന് ഇതുപോലെ തന്നെ ഒന്ന് അതായത് ഇതൊന്ന് വരഞ്ഞിട്ട് ഇതുപോലെ പുറത്തേക്ക് എടുക്കണം. കണ്ടില്ലേ, ഇതാണ് കേട്ടോ ആ നാര്. അത് ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആയിട്ട് കളയാനായിട്ട് തന്നെ ശ്രദ്ധിക്കണം കേട്ടോ. ഒരു കുറച്ച് പോലും അകത്ത് ഇരിക്കാനായിട്ട് വരുത്തരുത്. കണ്ടോ, ഇതാണ് ആ സംഭവം. അതൊന്നെടുത്ത് നമുക്ക് മാറ്റണം. അതിനുശേഷം നമ്മളെ അത് ബാക്കി ഭാഗങ്ങളൊക്കെ ക്ലീൻ ആയിട്ടുണ്ട്. ഇനി നമുക്ക് വാഷ് ചെയ്യുന്ന സമയത്ത് ബാക്കി ക്ലീൻ ചെയ്യാം. അപ്പോൾ ഞാനിവിടെ വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് അതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ സാധാരണ ഫിഷൊക്കെ ക്ലീൻ ചെയ്യുമ്പോൾ ഉപ്പ് ഇടുമല്ലോ. അപ്പോൾ ഞാൻ എപ്പോഴും മീൻ ഒക്കെ ക്ലീൻ ചെയ്യുമ്പോൾ ഇങ്ങനെ ഉപ്പിട്ടിട്ടാണ് കേട്ടോ ക്ലീൻ ചെയ്യാറുള്ളത്. അപ്പോൾ ഞാൻ 3 എണ്ണം എടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ ഒരെണ്ണം തന്നെ 3/4 കിലോയോളം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. പക്ഷെങ്കിൽ നമ്മൾ എടുത്തൊക്കെ വരുമ്പോഴേക്കും അധികമൊന്നും കാണത്തില്ല കേട്ടോ. കാരണം അതൊക്കെ എല്ലാ ഭാഗങ്ങളും പോകത്തില്ലേ. നമ്മൾ ആ തല എടുത്തിട്ടില്ല. അതുപോലെ തന്നെ തലയൊക്കെ എടുത്താൽ നല്ല രുചിയാണെന്നാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് തന്നെ ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ ഞാനത് എടുത്തിട്ടില്ല. അപ്പോൾ നമ്മൾ ഇതൊന്ന് ക്ലീൻ ചെയ്യുകയാണ്. കാരണം നന്നായിട്ട് തന്നെ ക്ലീൻ ചെയ്തെടുക്കണം. അതിൻ്റെ പുറമേയുള്ള ആ മഞ്ഞ പോലത്തെയുള്ള അതൊക്കെ കൊഴുപ്പാണ് കേട്ടോ, അതൊന്നും നമുക്ക് വേണ്ട. ഞാനതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് നന്നായിട്ടൊന്ന് എടുക്കുന്നുണ്ട്. നന്നായിട്ട് പിഴിഞ്ഞെടുക്കണേ. അതായത് നമ്മൾ പ്രോൺസൊക്കെ ക്ലീൻ ചെയ്യുന്ന അതേ രീതിയിൽ തന്നെ നമുക്കൊരു കുറേ പ്രാവശ്യം വെള്ളം ഒഴിച്ചിട്ട് അതിൻ്റെ പുറമേയുള്ള തൊലികളും കാര്യങ്ങളും ഒക്കെ പൊളിച്ച് കളഞ്ഞ് ഇതുപോലെ നന്നായിട്ടൊന്ന് നമുക്ക് ക്ലീൻ ചെയ്ത് എടുക്കാം. ക്ലീൻ ചെയ്ത് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ആ പുറമേയുള്ള തൊലിയൊക്കെ ഒന്ന് പൊളിച്ച് കളയാനായിട്ട് പ്രത്യേകം ശ്രദ്ധിച്ചോണേ. അപ്പോൾ ഞാനിവിടെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് കട്ട് ചെയ്യാന്നുള്ളൊരു പ്രോസസ്സിങ്ങാണ് അടുത്തത് നടത്തുന്നത്. അപ്പോൾ കട്ട് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് നമ്മളുടെ ഇഷ്ടത്തിന് തന്നെ കട്ട് ചെയ്തെടുക്കാം. നിങ്ങൾ ഫ്രൈ ചെയ്യാനാണോ കറി വയ്ക്കാനാണോ ഏതൊക്കെയാണോ രീതിയിലുള്ളത് അതുപോലെ ഒന്ന് കട്ട് ചെയ്യാം. ഞാൻ ഇതുപോലെ ചെറുതായിട്ട് ഒന്ന് പീസായിട്ട് കട്ട് ചെയ്താണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഇത് മുഴുവനും ഒന്ന് ആദ്യം തന്നെ കട്ട് ചെയ്ത് എടുക്കാം. അപ്പോൾ ഞാനിവിടെ എല്ലാം ഒന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടോ, അത്രയും എടുത്തിട്ടും കുറച്ച് മീറ്റേ ഉള്ളൂ കേട്ടോ ഇത്. അപ്പോൾ നമുക്കിനി ബാക്കി പ്രോസസ്സിങ് നോക്കാം. ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. ഈ പാനിലേക്ക് ഞാൻ കുറച്ച് കോക്കനട്ട് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. പിന്നീട് ഓണിയൻസ് ഞാനിവിടെ ഒരു 2 ഓണിയൻ തിന്നായിട്ട് സ്ലൈസ് ചെയ്ത് ആദ്യം തന്നെ എണ്ണയിലേക്ക് ഇട്ടിട്ടുണ്ട്. പിന്നീട് ഒരല്പം ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഒരു പകുതി ഒന്ന് മൂപ്പാകുമ്പോഴേക്കും ഞാനതിലേക്കൊരു 2 പച്ചമുളക് ചേർത്തിട്ടുണ്ട്.
നമ്മളുടെ കേരള സ്റ്റൈലിൽ തന്നെയാണ് കേട്ടോ വെക്കുന്നത്. നിങ്ങൾക്ക് ഏത് സ്റ്റൈലിൽ വേണമെങ്കിലും വയ്ക്കാം. പിന്നീട് ഞാനൊരു 2 സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒരു 2 ടേബിൾ സ്പൂൺ ഞാൻ ചേർത്തിട്ടുണ്ട്. പിന്നീട് നമുക്ക് ഇതും കൂടി ഒന്ന് മൂപ്പ് ആവുന്നിടം വരെ ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നന്നായിട്ട്, അതായത് ഈ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആയതുകൊണ്ട് നമ്മളുടെ ഈ ഒരു പാനിലൊക്കെ ഒന്ന് പിടിക്കാനുള്ള ചാൻസ് ഉള്ളതുകൊണ്ട് കൈ എടുക്കാതെ തന്നെ ഒന്ന് ഇളക്കി മൂപ്പിക്കണം. അതിനുശേഷം ഞാനൊരു 2 ടൊമാറ്റോ ഇട്ടിട്ടുണ്ട് കേട്ടോ. അതിനകത്തേക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ആ ടൊമാറ്റോ ഒന്ന് വേകുന്നിടം വരെ ഒന്ന് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ടൊമാറ്റോ വേകാൻ വേണ്ടിയിട്ട് ഞാൻ പെട്ടെന്ന് ചെയ്യുന്ന ഒരു മാർഗ്ഗമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിതൊന്ന് മൂടി വെച്ചിട്ടാണ് കേട്ടോ. ഞാനൊരു 5 മിനിറ്റ് ഒന്ന് മൂടി വെച്ച് കഴിയുമ്പോൾ അതൊന്ന് വെന്ത് കിട്ടും. അപ്പോൾ ഞാനിവിടെ മൂടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ ടൊമാറ്റോ കണ്ടില്ലേ, ഞാനൊരു 10 മിനിറ്റ് മൂടി വെച്ചപ്പോഴേക്കും അതൊന്ന് നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാന്നുള്ളതാണ്. ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള പൊടികളൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ ഏകദേശം 4 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറുമാണ് ഞാനിതിലേക്ക് ആഡ് ചെയ്യുന്നത്. എരിവൊക്കെ നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചുമൊക്കെ ചേർക്കാം കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ആ ഒരു പച്ചമണം മാറാൻ വേണ്ടിയിട്ടാണ് ഞാനതൊന്ന് ഇളക്കി നമുക്ക് അതിൻ്റെ പച്ചമണം മാറുന്നതിന് വരെ ഒന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കാം. പിന്നീട് നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എരിവിന് നിങ്ങൾക്ക് വേണമെങ്കിൽ സാധാരണ മുളക് പൊടിയും വേണമെങ്കിൽ ചേർക്കാവുന്നതാണ് കേട്ടോ. പിന്നീട് ഞാൻ ചേർത്തത് ഗരം മസാലയാണ്. ഏകദേശം 1 ടേബിൾ സ്പൂൺ ഗരം മസാല ചേർത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ചേർക്കുന്നത് മല്ലിപ്പൊടിയാണ്. മല്ലിപ്പൊടിയും ഏകദേശം ഞാനൊരു 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടി ഞാൻ അതിലേക്ക് ചേർത്തിട്ടുണ്ട്. മല്ലിപ്പൊടിയും കൂടി ചേർത്തതിന് ശേഷം നമുക്ക് വീണ്ടും നന്നായിട്ട് ഒന്നുകൂടി മൂപ്പിച്ചെടുക്കാം. മസാല എല്ലാം കൂടി ഒന്നുകൂടി ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇത് മൂപ്പിച്ചെടുത്തതിന് ശേഷം നമ്മളിനിയിപ്പം നമ്മൾ എടുത്തു വെച്ചിരുന്ന ആ ഒരു ലോബ്സ്റ്റർ ഉണ്ടല്ലോ, ആ ലോബ്സ്റ്റർ നമ്മളിതിലേക്ക് ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ലോബ്സ്റ്ററിന് നല്ല വേവുണ്ട് കേട്ടോ. കാരണം ഞാനിത് വെച്ച സമയത്ത് ഞാൻ വിചാരിച്ചു അയ്യോ ഇതിന് വേവ് കുറവായിരിക്കും, നമ്മൾ പ്രോൺസൊക്കെ പോലെ. പക്ഷേ അല്ല കേട്ടോ, നന്നായിട്ട് വേവണം. ക്രാബൊക്കെ വേകുന്ന അതേ രീതിയിൽ തന്നെ നമ്മൾ ഇത് വേവിച്ചെടുക്കണം. അപ്പോൾ ഞാനിത് മിക്സ് ചെയ്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഉപ്പും കൂടി ഞാൻ ആഡ് ചെയ്തു കേട്ടോ, കാരണം കുറച്ച് ഉപ്പ് കുറവായിരുന്നു. അപ്പോൾ ഈ ഒരു സമയത്ത് തന്നെ സോൾട്ടൊക്കെ നമ്മൾ നോക്കിയിട്ട് അതനുസരിച്ച് തന്നെ നിങ്ങൾ സോൾട്ടൊക്കെ ആഡ് ചെയ്തോണേ. അപ്പോൾ ഞാനിവിടെ നന്നായിട്ട് ഇത് മിക്സ് ചെയ്തെടുത്തു. ഇനി നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിക്കാം. ഞാൻ പറഞ്ഞല്ലോ നല്ല വേവുണ്ടെന്ന്, അതുകൊണ്ട് തന്നെ ഏകദേശം കുറച്ച് വെള്ളം ഏറെ ചേർത്ത് തന്നെ നമുക്കിതൊന്ന് മൂടി വെച്ചൊന്ന് വേവിക്കാം. അതിന് മുന്നേ ഞാനിവിടെ കുറച്ച് കറിവേപ്പില ഞാനിങ്ങനെ ഒന്ന് മുകളിൽ, ഞാൻ വഴറ്റാൻ നേരത്ത് ചേർത്തില്ല, ഇങ്ങനെ മുകളിലൊന്ന് വെച്ച് കൊടുക്കും. അപ്പോൾ അതിൻ്റെ ആ മണം നമ്മളിത് വെന്ത് വരുമ്പോൾ അതിലേക്ക് അതിൻ്റെ ആ ഒരു മണമൊക്കെ ഒന്ന് ഇറങ്ങും. ഞാൻ സാധാരണ മീൻ കറിക്കും ഇതുപോലെ തന്നെയാണ് കേട്ടോ ചെയ്യാറുള്ളത്. എന്നിട്ട് നമുക്കിതൊന്ന് മൂടി വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പം ഇതൊന്ന് വെന്ത് വരട്ടെ, അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇത് ഏകദേശം ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ലോബ്സ്റ്റർ വെച്ചിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുകയാണേ. ഒരു 10 മിനിറ്റിന് ശേഷം പെട്ടെന്ന് തന്നെ നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം. കാരണം അന്നേരത്തിന് ആ കറിവേപ്പിലയൊക്കെ കണ്ടോ നന്നായിട്ട് അതിൻ്റെ അകത്തോട്ട് അലിഞ്ഞ് ചേർന്നിട്ടുണ്ട്. നമുക്കിനി ഇത് മൂടി വയ്ക്കാം. അതിനുശേഷം ഏകദേശം ഒരു 25 മിനിറ്റോളം എടുത്തു കേട്ടോ. ഇതൊന്ന് ഈ ഒരു പരുവത്തിലാവാൻ വേണ്ടിയിട്ട് ഏകദേശം 25 മിനിറ്റ് എടുത്തിട്ടുണ്ട്. കാരണം സാധാരണ പ്രോൺസിനൊക്കെ ഒരു 10 മുതൽ 15 മിനിറ്റ് മതി വേവ്, പക്ഷേ ഇതിനൊരു 20-25 മിനിറ്റ് വേണം കേട്ടോ. അപ്പോൾ ഇത് കണ്ടില്ലേ നല്ലതായിട്ട് പറ്റി നല്ല പരുവത്തിൽ വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കൊരല്പം പെപ്പർ പൗഡർ, അതായത് 1 ടീസ്പൂൺ പെപ്പർ പൗഡറും കൂടി ഞാൻ അതിലേക്കൊന്ന് ആഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ വരുമ്പോൾ വേണം കേട്ടോ നമ്മൾ പെപ്പർ പൗഡർ ആഡ് ചെയ്യാനായിട്ട്. ആദ്യം തന്നെ ചേർക്കേണ്ട, അതിൻ്റെ ഫ്ലേവറൊക്കെ നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് നമ്മൾ ഈ ഒരു സമയത്തൊന്ന് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മളിത് അടച്ച് വെക്കുന്നില്ല, ഇങ്ങനെ തന്നെ ഒന്നിട്ട് കുറച്ച് നേരം, അതായത് ഒരു 5 മിനിറ്റ് കൂടി നമുക്ക് ഇതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഈ മസാലകളൊക്കെ ചേർത്തത് നിങ്ങൾക്ക് കൂട്ടിയോ കുറച്ചോ ഒക്കെ ചേർക്കാവുന്നതാണ് കേട്ടോ. കാരണം ഞാൻ എൻ്റെ ഒരു അളവിനാണ് ഇതൊക്കെ ഞാൻ പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്ക് എരിവ് കൂടുതൽ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയും ചേർക്കാം. അപ്പോൾ നമ്മുടെ ലോബ്സ്റ്റർ മസാല, ഇവിടെ കേരള സ്റ്റൈൽ ലോബ്സ്റ്റർ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിവിടെ കുറച്ച് കറിവേപ്പിലയും കൂടി അതിൻ്റെ മുകളിലേക്കൊന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇടുന്നുണ്ട്.
അപ്പോൾ ഈ ഒരു ടൈമിൽ നമ്മൾ ചെയ്യേണ്ടത് ഇതൊന്ന് ഞാനൊന്ന് ഇതുപോലെ ഒന്ന് ഗാർണിഷ് ചെയ്യാനായിട്ട് ഇട്ടതിന് ശേഷം ഞാൻ കുറച്ച് നേരം കൂടി ഇതൊന്ന് മൂടി വയ്ക്കുന്നുണ്ട്. അതായത് തീയൊക്കെ അന്നേരത്തിന് ഓഫ് ചെയ്യണേ. ഈ ഒരു കറിവേപ്പിലയും കൂടി ആഡ് ചെയ്തതിന് ശേഷം ഞാനിതൊന്ന് മൂടി വെച്ച് മാറ്റി വയ്ക്കുകയാണ്. അപ്പോൾ ഇത് ഏകദേശം ഒരു 10 മിനിറ്റ് ഞാൻ മൂടി വെച്ചിരുന്നു. അതിന് ശേഷം അതായത് നമ്മൾ തീ ഓഫ് ചെയ്തിട്ടാണ് കേട്ടോ വെച്ചത്. ഇനി നമുക്ക് വേറൊരു ബൗളിലേക്ക് നമുക്ക് മാറ്റാം. ഒരു സെർവിങ് ഡിഷിലേക്ക് നമുക്ക് മാറ്റാം. കണ്ടില്ലേ, കറിവേപ്പിലയുടെ കളറൊക്കെ ഒന്ന് മങ്ങിയിട്ടുണ്ട്, കാരണം ഞാനിത് മൂടി വെച്ചിരുന്നല്ലോ, അതുകൊണ്ടാണ്. നമുക്കിത് അപ്പത്തിൻ്റെ കൂടെയോ പൊറോട്ടയുടെ കൂടത്തിലോ അതുപോലെ ചപ്പാത്തിയുടെ കൂടെയോ നമുക്ക് കഴിക്കാം. അതുപോലെ നമ്മുടെ ചോറിൻ്റെ കൂടെ കഴിക്കാൻ ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ. വളരെ ടേസ്റ്റിയാണ് നമ്മുടെ ലോബ്സ്റ്റർ. കുറച്ച് വില കൂടുതലാണെങ്കിലും ഇതിൻ്റെ ടേസ്റ്റ് വളരെ നല്ലത് തന്നെയാണ്. അപ്പോൾ ഈ കേരള സ്റ്റൈൽ ലോബ്സ്റ്റർ മസാല എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. വീണ്ടും ഒരു വീഡിയോയുമായി കാണുന്നിടം വരേക്കും എല്ലാവർക്കും ബൈ.